നീതിയായി കണക്കിടും. ദൈവം നീതിമാനാണ്. ഇന്ന് പകൽ ദൈവം നീതിമാനാണ്. കർത്താവിനെ വിശ്വസ്തയോടെ അഭിഷക്തന്മാരെ ദൈവദാസിമാരെ നമ്മുടെ അയക്കുന്ന പട്ടണങ്ങൾ വിശ്വസ്തയോടെ ദൈവം നമുക്ക് വേല ചെയ്യാം. കാരണം ദൈവ യേശുവര സമയമായി. നമുക്ക് കണക്ക് കൊടുത്തേ പറ്റൂ കേട്ടോ. അത് ഞാനും നിങ്ങൾ അതിനകത്ത് പാസ് എന്നില്ല, വിശ്വാസി എന്നില്ല, അമ്മ പ്രസ്പിറ്റർ എന്നില്ല, പദവികളുള്ള സെൻട്രൽ പാസ് എന്നില്ല. എല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഏൽപ്പിക്കുന്നവരെ വിശ്വസ്തയോടെ നമുക്ക് ചെയ്യാം. എങ്കിൽ വിശ്വസ്തത ചെയ്യുന്നവരെ ദൈവം മാനിക്കോടെയായി തീരും. ഒരാമയും പറഞ്ഞേ ഹല്ലേലൂയ. ഈ സന്ദേശം കയറുന്നതിന് ഞാൻ മീറ്റിംഗ് കയറുന്നതിന് മുമ്പ് ഞാൻ അല്പം വചനം ശ്രവിക്കുമ്പോൾ ഒരു ദൈവദാസൻ ചെന്ന് എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചു. ഒരു മനുഷ്യൻ ഒരു വഴി അടച്ചാൽ, ഒരമ്മയും പറഞ്ഞ്, ഒരു മനുഷ്യൻ ഒരു വഴി അടച്ചാൽ ദൈവം അവർക്ക് വേണ്ടി ഒന്നിലധികം വഴി ദൈവം തുറന്നു തരും. അപ്പൊ ദൈവം വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം വഴി തുറന്നാൽ ഒരു പൈശാചിക തലങ്ങൾക്കോ ഒരു മാനുഷിക തലങ്ങൾക്കോ ആ വഴി അടയ്ക്കാൻ കഴിയത്തില്ല. കാരണം ദൈവമാണ്. ഇന്ന് പകല് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ ആ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ, തികഞ്ഞ ദൈവ ആശ്രയത്തോടെ ദൈവത്തിന്റെ പാദപടിയായിരിക്കും പരിശുദ്ധാത്മ തന്ന ഒരു ചിന്ത, ചെറിയൊരു ചിന്തയാണ്. സ്തോത്രം. ആ ചിന്തയിലേക്ക് വേഗത്തിൽ കയറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമുക്കറിയാമല്ലോ സ്തോത്രം. കഴിഞ്ഞ നാളൊക്കെ ഞാൻ അല്പം വചനം കുറച്ചാ പറഞ്ഞു. ഇന്ന് അല്പം വചനം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, പരിശുദ്ധ നിയോഗത്തോടെ, പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ സ്തോത്രം തരുന്ന നിയോഗത്തിനോട് കൈമാറാൻ ആഗ്രഹിക്കുന്നു. വായിക്കാം. ആധാരമായി സുപരിമായ ചിന്തയാണ് 55-ാം സങ്കീർത്തനം. 55-ാം സങ്കീർത്തനം അതിന് 16, 17 വേദഭാഗങ്ങൾ ഇന്ന് പകൽ തിരുവന ചിന്തകൾക്ക് ആധാരമായി വായിക്കുന്നു. 55-ാം സങ്കീർത്തനം അതിന് 16, 17 വേദഭാഗങ്ങൾ. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. നമുക്കറിയാം ദാവീദിന്റെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ അവന്റെ ലൈഫിനകത്ത് വന്ന പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ്. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അന്വേഷണമാണ്. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. കണ്ടോ അവന്റെ ഉറപ്പ് കണ്ടോ? ദാവീദിന്റെ ഉറപ്പാണ്. ഇതൊരു പ്രാർത്ഥന കൂട്ടായ്മയാണല്ലോ. സ്തോത്രം. ഇന്ന് പകൽ നമുക്കൊരു ഉറപ്പുണ്ടാകണം. ഒരാമയം പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ഞാൻ പറയുന്നത് പരിശുദ്ധം തന്ന ചിന്തകൾ വ്യത്യസ്ത ചിന്തകളാണ്ട് അങ്ങനെ തന്നെ മൂവ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സുപരിമായ ചിന്തയാണ്. എബ്രായർക്ക് ലേഖനം 11:1. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. ഇന്ന് പകരം നമ്മൾ തിരിച്ചറിയണം, ദൈവമക്കളായി നമ്മൾക്ക് ഒരു ഉറപ്പുണ്ടാകണം. ഒരാമയും പറഞ്ഞേ. ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉറപ്പുണ്ടാകണം. എന്താ ഉറപ്പ്? എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കുണ്ട്. അവൻ ഇന്ന് പകലും ഈ സെക്ഷൻ കഴിഞ്ഞെഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മൾ കരയുന്ന, വേദനിക്കുന്ന, നീറുന്ന വിഷയത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് വിശ്വസിച്ചുകൊണ്ട് ഉറപ്പോടെ, ധൈര്യത്തോടെ ദൈവത്തിന്റെ പാദവിടെ സമ്പൂർണമായി സമർപ്പിച്ച് താഴ്ത്തിയിരിക്കുന്ന ദൈവജനത്തിലെ പരിശുദ്ധ പ്രാരംഭമായി കൈമാറുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കകത്ത് അസാധാരണമായ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ആത്മാവ് പ്രവചിച്ചാൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ദൈവ സാന്നിധ്യം, ഈ വചനത്തിലെ ശക്തി ഇന്ന് പകൽ ചില കുടുംബത്തിന്റെ പ്രാർത്ഥന വിഷയത്തിന്റെ കെട്ടില് പൊട്ടിക്കുമെന്ന്, ഈ വചനത്തിലെ ശക്തി ഇന്ന് പകൽ ചില പ്രാർത്ഥന വിഷയത്തിന്റെ തടഞ്ഞു വെച്ചിരിക്കുന്ന തടങ്ങൾ വചനമെന്ന വാഴുന്ന പകൽ അതിനെ വീഴ്ത്തിയിട്ട് വിടുതലുകൾ വിശ്വസിക്കുന്ന അഭിഷക്തന്മാർക്ക്, ദൈവമക്കൾക്കായി, ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ദാവീദ് പറയാണ്, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. അവന്റെ ഉറപ്പ് കണ്ടോ? അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കകത്ത് ദൈവം ഇറങ്ങി വന്ന് വിടുതൽ നിന്ന് മാനിപ്പാൻ ദൈവം വിശ്വസ്തനെന്ന് ദാവീദിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. അടുത്ത പദം ഇപ്രകാരമാണ്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും
എന്റെ സങ്കടത്തെ ബോധിപ്പിച്ച് കരയും. അടുത്ത പദം, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ഇന്ന പകൽ ഈ പ്രാർത്ഥനയ്ക്കകത്തായിരിക്കും ദൈവമക്കളെ, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കും ദൈവമാണ്. ഒരാമേൻ പറഞ്ഞേ. അത് ഏത് പട്ടണത്തിനകത്തായിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, ഏത് സംസ്ഥാനത്തായിക്കോട്ടെ, ഏത് ഓഫീസിനകത്തായിക്കോട്ടെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് ഭവനത്തിനകത്തായിക്കോട്ടെ, ഏത് വാഹനത്തിനകത്തായിക്കോട്ടെ, നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടാണോ ഈ ദൈവശബ്ദം ശ്രവിക്കുന്നത് എങ്കിൽ അതിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ കൈമാറാം. ഈ സത്യം കഴിഞ്ഞതിന് മുമ്പ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അവരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് അതോറിറ്റി തന്നിട്ടുണ്ട്. വചനം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ആമേൻ. ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ നമുക്ക് കൈമാറാം. ദൈവം നമുക്ക് അധികാരം, അത് ദുർവിനിയോഗം ചെയ്യേണ്ട അധികാരമല്ല, അത് ഉപയോഗിക്കേണ്ട അധികാരമാണ്. എന്താണ് ഉപയോഗിക്കുന്നത്? കെട്ടപ്പെട്ട് കിടക്കുന്ന സഭയുടെ കെട്ടടിക്കുക. സ്തോത്രം. കെട്ടപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളെ കെട്ടടിക്കാൻ, കെട്ടപ്പെട്ട് കിടക്കുന്ന തലമുറയുടെ ഭാവിയുടെ കെട്ടടിക്കാൻ, കെട്ടപ്പെട്ട് കിടക്കുന്ന കുടുംബജീവിതത്തിലെ കെട്ടടിക്കാൻ, ഓരോ കെട്ടപ്പെട്ട് കിടക്കുന്ന രോഗത്തിലെ കെട്ടുകളെ പൊട്ടിക്കാൻ ദൈവം നമുക്ക് അധികാരം പകർന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അടങ്ങി വരികയാണ്. ശ്രദ്ധിക്കണേ. നമുക്കറിയാം ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള സമത്വ സ്വഭാവമുള്ള മനുഷ്യൻ. എലിയാവ് അഹാബിന്റെ കൊട്ടാരത്തിൽ പറയുന്ന വെളിപ്പാട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ, കണ്ടുകൊണ്ട് അതോറിറ്റി, അധികാരം തിരിച്ചറിയണം. ഞാൻ പറഞ്ഞിട്ടല്ലാതെ, അല്ലാതെ മന്ത്രി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള പടയാളികൾ പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞിട്ട്, ഞാൻ സേവിച്ചോ ദൈവമാണ് എന്നെ അയച്ചെന്ന ഉറപ്പ് ആ ഏലിയ പ്രവാചകൻ ഉണ്ടായിരുന്നു. ഒരാമയും പറഞ്ഞേ. നമ്മൾ സേവിക്കും ദൈവമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം. നമ്മൾ പറയുന്ന വാക്കിനകത്ത് അധികാരമുണ്ട്, പറയുന്ന വാക്കിനകത്ത് അഭിഷേകമുണ്ട്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറയുന്ന വാക്കിനകത്ത് അധികാരമുണ്ട്, പറയുന്ന വാക്കിനകത്ത് അഭിഷേകമുണ്ട്. ഈ ആത്മമണ്ഡലത്തിൽ നിങ്ങൾ എന്ത് പറയുന്നു അതങ്ങനെ സംഭവിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥനയ്ക്കകത്ത്, ഈ ആത്മമണ്ഡലത്തിനകത്ത് പരിശുദ്ധമായി തരുന്ന ദൈവശബ്ദം ഇതാണ്. ഈ ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങൾ എവിടെ ഇരുന്നാണോ ഈ ദൈവശബ്ദം കേൾക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ വിഷയത്തെ നോക്കി നിങ്ങൾ പ്രവചിക്കാൻ തയ്യാറാകുക. ആത്മാവിൽ പ്രവചിക്കുക. അത് സംഭവിക്കാൻ പോവുകയാണ്. അടുത്ത മിനിറ്റുകൾ, അടുത്ത മണിക്കൂറുകൾ അത് ദൈവപ്രവൃത്തിയായി അത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ആമേൻ പറഞ്ഞ് അതരംഗം തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. മകൾ ഓ അധികാരം, അധികാരം, അധികാരം. ഈ സെക്ഷൻ ആത്മാവിൽ കൈമാറുന്നത് ചില വ്യക്തികളുടെ പരിശുദ്ധാത്മാവ് അധികാരത്തെ കൈമാറുന്നത്. ഓ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. എന്റെ ശുശ്രൂഷ ലെവൽമാർ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ഇതിനകത്ത് അധികാരമുള്ള ഒരു തലമുറ എഴുന്നേൽക്കുന്നു. ഇതിനവും യേശുവിന്റെ കൂടെ നിന്നുള്ള ഈ സെക്ഷനകത്ത്, ഈ മീറ്റിനകത്ത് പങ്കെടുക്കുന്ന ദൈവമക്കളോട് ആത്മാവ് കൈമാറുന്നു. അധികാരമുള്ള തലമുറ എഴുന്നേൽക്കുന്നു. ഓ അഭിഷേകത്തിന് പകർച്ച വെളിപ്പെടുന്നത്, അധികാരത്തിന് കൈമാറ്റം വെളിപ്പെടുന്നത്. ഓ അധികാരം ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ചില വ്യക്തിയുടെ അധികാരത്തിന് കൈമാറ്റം, ശുശ്രൂഷയുടെ കൈമാറ്റം. ഓ അടുത്ത തലത്തിലേക്ക്, ശുശ്രൂഷയുടെ അടുത്ത ഘട്ടത്തിലേക്ക്, അഭിഷേകത്തിന് അടുത്ത തലത്തിലേക്ക്, പ്രാർത്ഥനയുടെ അടുത്ത ഘട്ടത്തിലേക്ക്. എവിടേക്ക് ഒതുക്കി കളഞ്ഞു, എവിടേക്ക് തടഞ്ഞു വെച്ചു, ആത്മാവ് കൈമാറുന്നു. ഈ സെക്ഷനകത്ത് അധികാരമുള്ള തലമുറ ഇന്ന് ദൈവത്തിനെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഓഹോ ഷാധാര റിബാമ ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ഇതിന് മകൾ ഞാൻ തിരിച്ചറിയുന്നു. ഈ ദൈവശബ്ദം ഇവിടെ ഞാൻ റിലീസ് ചെയ്യുമ്പോൾ അത് പട്ടണങ്ങൾക്കപ്പുറം, ജില്ലകൾക്കപ്പുറം, സ്റ്റേറ്റുകൾക്കപ്പുറം, രാജ്യങ്ങൾക്കപ്പുറം ചില വ്യക്തികളുടെ മേൽ അധികാരത്തെ പരിശുദ്ധാത്മാവ് കൈമാറുന്നത്. ഓ ഷാധാര റിബാമന സ്വേക്കൻ അധികാരം, അധികാരത്തെ അധികാരത്തെ ഉപയോഗിക്കുന്ന തലമുറ. ഒരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അധികാരത്തെ നമ്മൾ ഉപയോഗിക്കണം. എന്നെ ഭയങ്കര ചിന്തിപ്പിച്ച പദം ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഏലിയാവിന് പ്രത്യേക കാലഘട്ടങ്ങളെ ചലിപ്പിക്കുന്ന മനുഷ്യൻ, അധികാരമുള്ള മനുഷ്യൻ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മനുഷ്യൻ. ആ ഏലിയാ പ്രവാചകൻ കൊട്ടാരത്തിൽ പോയി ഈ ദൈവശബ്ദം കൈമാറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അവനോട് യഹോവ ദൈവം പറയാണ്, നീ കെരീ തൊട്ടി ഒളിച്ചിരിക്കണം. അവിടെ നിനക്കുള്ള
നിനക്ക് ആവശ്യമല്ല, നിനക്ക് ഞാൻ അവിടെ തന്നു മാനിക്കും. നോക്കണമേ, എന്റെ ഭംഗിയിലെ ചിന്തിപ്പിച്ച പദം നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. ഞാൻ മറ്റൊന്നും എടുക്കാൻ ഒറ്റ പദം എടുക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ അതോറിറ്റിയുള്ള അധികാരമുള്ള മനുഷ്യൻ കിരീടത്തിൽ പോയി ഇരിക്കാൻ തയ്യാറായപ്പോൾ, ഒന്നോടെ ചേർത്ത് പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്ക് അവൻ അനുസരിക്കാൻ തയ്യാറായപ്പോൾ നടന്ന ദൈവപ്രവൃത്തി, അഹാബും അവന്റെ അണിയറപ്പുറത്തിലും ഏലിയാ പ്രവാചകനെ മാഷിയിട്ട് നോക്കിയിട്ട് കണ്ടെത്തിയിരുന്നു. അതിനർത്ഥം എന്ന് പറഞ്ഞത് അധികാരമുള്ളവന്, ദൈവിക പദ്ധതിക്കകത്തുള്ളതിന്, പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ അതിനെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഓ, ഇന്ന് സംരക്ഷിക്കുന്ന നമ്മെ, ഒരാമേൻ പറഞ്ഞോ, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ സൂക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണ വാലയമുണ്ട്. അതിന് വിരോധമായി എത്ര ശത്രു പ്രബലമായി നോക്കിയെന്ന് പറഞ്ഞാല് ഒരു പൈശാചിക തലങ്ങൾക്ക് തൊടാൻ കഴിയാതെ വണ്ണ അധികാരമുള്ളതിനെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ കരവിന്ന് പകൽ. ഓ, സാധാരണ അധികാരമുള്ള തലമുറ, അധികാരമുള്ള തലമുറ എഴുന്നേൽക്കുന്നു. ഈ സെക്ഷനകത്ത് അധികാരമുള്ള തലമുറ ഉയർച്ചകൾക്ക് വിരോധമായി, ശുശ്രൂഷകൾക്ക് വിരോധമായി, നന്മകൾക്ക് വിരോധമായി, അനുഗ്രഹങ്ങൾക്ക് വിരോധമായി, ഭാവിക്ക് വിരോധമായി, തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി ശത്രു വയ്ക്കുന്ന അവന്റെ പദ്ധതികളെ അധികാരത്തോടെ ആത്മമനത്തെ പൊട്ടിക്കാൻ ഒരു അധികാരത്തിന് കൈമാറ്റം ഈ സെക്ഷനകത്ത് പരിശുദ്ധാത്മാവ് കൈമാറുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്ന ആരോ ദൂതനെ കയറുന്നുണ്ട്. ആ ദൂതനകത്ത് ആരോ കയറുന്നുണ്ട്. ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ഈ സെക്ഷനകത്ത് ചിലർ ആ ദൂതനകത്ത് കയറുന്നുണ്ട്. ചില തലമുറ കെട്ടടിയുന്നത്, ചില കുടുംബജീവിതത്തിലെ കെട്ടടിയുന്നത്, ചില ഭാവിയുടെ കെട്ടടി. ദൂതനകത്ത് കയറ്. ശക്തി ദൈവത്തിന്റെ നാവ് ഇടപെട്ട് തുടങ്ങിയെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൗനമായിരിക്കരുത്, പിന്നെ ചടങ്ങ് പോലിക്കരുത്. ആത്മാവിൽ സഞ്ചരിക്കുക, ആത്മാവിൽ പിടിക്കുക, ഇതിനകത്ത് കയറുക, വെളിപ്പാട് സഞ്ചരിക്കുക. അഭിഷേകമുള്ള തലമുറ എഴുന്നേൽക്കുന്നു. ഏലിയാവിൽ നിന്ന് എലീശയിലേക്ക് പുതപ്പ് കൈമാറുന്ന പോലെ കാലഘട്ടങ്ങളെ ചലിപ്പിക്കുന്ന അധികാരമുള്ള തലമുറ, അഭിഷേകമുള്ള തലമുറ, നിയോഗമുള്ള തലമുറ, ആത്മാവിൽ സഞ്ചരിക്കുന്ന തലമുറ അഭിഷേകത്തോന്ന് പോലെ പുറത്തു വരുന്നു. ആത്മാവിൽ പ്രതികരിക്കുക, ആത്മാവ് സഞ്ചരിക്കുക. കേവലം ഇത് ചടങ്ങ് മീറ്റിംഗ് അല്ല. ഇത്രയും വില കൊടുത്ത് ദൈവമക്കൾ മീറ്റിംഗ് ക്രമീകരിച്ചെങ്കിൽ ഇതിനകത്ത് ദൈവത്തിന് നിയോഗമുണ്ട്. കാലഘട്ടങ്ങളെ ചലിപ്പിക്കുന്ന, രാജ്യങ്ങളെ ചലിപ്പിക്കുന്ന, പട്ടണങ്ങളെ ചലിപ്പിക്കുന്ന, ദേശങ്ങളെ ചലിപ്പിക്കുന്ന, അന്ത്യകാല ഉണർവിന് മുൻനിരയിൽ നിൽക്കുന്ന, വിശുദ്ധിക്ക് വേർപാടിന് വില കൊടുക്കുന്ന ഒരു തലമുറ ഇന്ന് എഴുന്നേൽക്കട്ടെ നാമത്തിൽ. റിബാമന വൈഡമാന ശാന്തരാന വൈഡമാന അസ്തരാജരികമാണ് ശാന്തരയുടെ ശ്രീബാമാന വൈഡമാന ശാന്തര. ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. വിട്ടുകൊടുക്കരുത്. എന്റെ ശുശ്രൂഷകൾക്ക് വിരോധമായി ചിറക് വിടച്ച് വ്യാപരിക്കുന്ന പൈശാചിക തലങ്ങളെ ആത്മാവിൽ കണ്ട് അധികാരത്തെ പ്രാപിക്കുക. ശുശ്രൂഷ മുന്നിട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് സഭയ്ക്ക് വിരോധമായി, സഭകൾക്ക് വിരോധമായി, സഭയിലെ വിശ്വാസ മക്കൾക്ക്, ദൈവജനത്തെ, ആത്മാക്കളെ വഴിത്തടയുന്ന ആ പൈശാചിക ശക്തിയെ, ആ ദേശത്തിന് വെല്ലുവിളിയെ, ആ അഭിചാര ക്രിയകളെ, ആ മന്ത്രവാദ ശക്തികളെ ആത്മാവിൽ വെട്ടാൻ ഒരു അധികാരത്തെ അഭിഷക്തന്മാരുടെ മേൽ ദൈവത്തിനാവ് ഇന്നവർ കൈമാറുന്നത് ഒരു അധികാരത്തിന് കൈമാറ്റം. ജോസ്മസ് ആ അധികാരത്തിനകത്ത് കയറ്, അഭിഷേകത്തിനകത്ത് കയറ്, നിയോഗത്തിനകത്ത് കയറ്. അഭിഷേകത്തിന് നിങ്ങൾ പകരപ്പെട്ട അഭിഷേകം ഒരു സഭയ്ക്കകത്തോ ഒരു പ്രസ്ഥാനത്തിനകത്തോ ഒതുങ്ങേണ്ട അതോറിറ്റിയല്ല. കഴിഞ്ഞ നാടുകൾ കേട്ട ദൈവ ശബ്ദത്തെ, പ്രവചന ശബ്ദത്തെ പരിശുദ്ധാത്മാവ് ഇന്നവർ അടിക്കട്ട് ഉറപ്പിക്കുന്നു. അനേക സഭകളെ കെട്ടടിക്കേണ്ടതിന്, അനേക ഭവനങ്ങളെ കെട്ടടിക്കേണ്ടതിന് ഒരു അധികാരത്തിന് കൈമാറ്റം പകർന്നു. അധികാരത്തിന് കൈമാറ്റം. ഞാൻ ആ വെളിപ്പാട് ഞാൻ കാണുന്നു. അഭിഷക്തൻ ചില ഭവനത്തിനകത്ത് കാൽ വെക്കുമ്പോൾ ആ ഭവനത്തിനകത്ത് കൂടുകെട്ടി വാടുന്ന പൈശാചിക തലങ്ങൾ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ആ തലങ്ങൾ ആടിയുന്നത്, കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നത്,
ഒരു തലമുറ എഴുന്നേൽക്കുന്ന അഭിഷേകത്തിനെ ഷാതാര റിബാമന അസ്തരാതിരികമന സഭയുടെ കെട്ടടിയുന്നത് അഭിഷേകത്തിലെ ശുശ്രൂഷയുടെ ലെവൽ മാറുന്ന വെളിപ്പാട്. അധികാരത്തെ പിടിക്ക്. വിമർശിച്ചവരുണ്ട്, നെഗറ്റീവ് പറഞ്ഞവരുണ്ട്, വിളിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അമ്മ കൈമാറുന്നു. മോശയെ വിളിക്കുമ്പോൾ മോശ പറഞ്ഞ ഞാൻ വിത്തനാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ മോശയെ ദൈവം ചെരഞ്ഞെടുക്കുമ്പോൾ അസാധാരണ നിയോഗത്തോടെ ശബ്ദമാര് ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരേണ്ടതിന്, ഒരു ജനറേഷനെ പുറത്തു കൊണ്ടുവരേണ്ടതിന് മോശയെ ഞാൻ ഉപയോഗിച്ചത് പോലെ അഭിഷേകത്തിന് ആത്മാവ് കൈമാറുന്നു. ആധികാരത്തെ വടിയെ പകർന്നു. അധികാരത്തിന് വടി തന്ന് ഒരു ജനത്തെ നയിക്കേണ്ടതിന്, ഒരു തലമുറ എഴുന്നേൽപ്പിക്കേണ്ടത്, കാലഘട്ടങ്ങളെ ചലിപ്പിക്കുന്ന അസാധാരണ അഭിഷേകത്തിന്റെ ഉദപ്പിനെ പിന്നെയും പകർന്ന്, അഭിഷേകത്തെ പകർന്ന്, അധികാരത്തെ പകർന്ന് ചന്ദ്ര ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു. അഭിഷേകത്തിന്റെ നിഴലിൽ അഭിഷേകം വ്യാപരിക്കുന്നത്. ശാധാര വിമർശിച്ചവരുടെ നടുവിൽ, നെഗറ്റീവ് പറഞ്ഞവരുടെ നടുവിൽ അതേ അതരം കൊണ്ട് തന്നെ പോസിറ്റീവ് പറയുന്ന ദിനങ്ങൾ അതിവിദൂരമല്ലെന്ന് ആത്മാവി പകൽ അഭിഷേകത്തോടെ പ്രവചിക്കുന്നു. തലത്തെ പൊട്ടിക്ക്. ആ ദൈവസഭയുടെ വർത്തനവിനെ തടയുന്ന, ആത്മാക്കളെ വഴി തടയുന്ന അതുറ്റ ശക്തിയെ വെട്ടാൻ ഒരു അധികാരത്തെ ഇന്ന് അഭിഷക്തനെ മേൽ ദൈവത്തിന് കൈമാറുന്നത്. വിശുദ്ധ ശക്തമ കൈമാറുന്ന വിഷയത്തിനെ വിശുദ്ധ ശക്തമ കൈമാറുന്നത് അടുത്ത സൺഡേ സർവീസിൽ, അടുത്ത മീറ്റിംഗിൽ ചില ദൈവ പ്രവർത്തികൾ, സൂപ്പർ നാച്ചുറൽ മിറക്കിൾ, അഭിഷക്തന് പോലും ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അതിശയം തോന്നത്തക്കവണ്ണം ഞാൻ എന്റെ പ്രവർത്തി വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധമായവർ പ്രവചിക്കുന്നു. പ്രവൃത്തി വീട് തിരിച്ചോ ചില ചില പിന്മാറിപ്പോയവരെ ഞാൻ മടക്കി കൊണ്ടുവന്ന് ദൈവസഭയ്ക്കകത്ത് പിന്നെ നെടുന്തുടാക്കി നിർത്തി നിർത്തി മാനിപ്പാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന് ആത്മാവി പകൽ പ്രവചിക്കുന്നു. ശുശ്രൂഷയെ വിമർശിക്കുന്നവരുണ്ട്, നെഗറ്റീവ് കാണുന്നവരുണ്ട്. ആ സിംഹങ്ങളുടെ വായടച്ചത് പോലെ അവിടെ ആദരത്തെ അടച്ച് ആ പട്ടണത്തിനകത്ത് സൂപ്പർ നാച്ചുറൽ അധികാരത്തോടെ അഭിഷേകത്തിനെ ഉപയോഗിക്കുവാൻ പിന്നെയും എനിക്ക് പദ്ധതി ഉണ്ടെന്ന് ഈ പകൽ പ്രവചിച്ചു കൈമാറുന്നു. ജനം പ്രാർത്ഥിക്കുക. ഈ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുന്നത് ഞാൻ ദൈവം തന്ന അതോറിക്കകത്ത് നിന്ന് ഞാൻ ഈ പകൽ സംസാരിച്ച് തുടങ്ങുന്നത് ദൈവത്തിന് തരുന്ന അധികാരത്തിനകത്താണ് സംസാരിക്കുന്നത്. അധികാരത്തിനൊരു പ്രത്യേകതയുണ്ട്. അധികാരത്തിനകത്ത് കയറിയാൽ പിന്നെ ആത്മമണ്ഡലത്തിനകത്ത് സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾ കുടുംബങ്ങൾക്കകത്ത്, ഭവനങ്ങൾക്കകത്ത്, ശുശ്രൂഷകൾക്കകത്ത്, സഭകൾക്കകത്ത് അസാധാരണ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആത്മാവിൽ ഇന്ന് പ്രാർത്ഥിച്ച് തുടങ്ങട്ടെ. ശന്തര വൈഡമാന നിഗമനവയുടെ ശന്തേരികനെ എന്നോട് പരിശുദ്ധന്മാവ് ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന ദൈവജനത്രാത്മാവ് കൈമാറുന്ന ഇപ്രകാരമാണ്. ചില ലോക്കുകൾ ശതര പ്രാർത്ഥിച്ച് മടുത്തു. എത്ര പ്രാർത്ഥിച്ചിട്ട്, എത്ര ഉപവസിച്ചിട്ട്, ശതര റിവാമന എത്ര റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ട് ചില രാജ്യങ്ങളുടെ വാതിൽ അടഞ്ഞിരിക്കുന്ന മേലെ അവ ഈ പകൽ കൈമാറുന്നു. രാജ്യങ്ങളുടെ വാതിൽ. പക്ഷെ ഇന്ന് പകൽ ഈ ദൈവ ശബ്ദം, ഈ പ്രവചന ശബ്ദം എല്ലാവരോടുമുള്ള വ്യക്തിപരമായി ഈ മീറ്റിനകത്ത് അത്രയും താല്പര്യത്തോടെ എനിക്കൊരു വഴി തുറക്കണം. ഇന്ന് ഈ പകൽ ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി വഴി തുറക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയോട് ഇന്ന് പകൽ ആത്മാവ് കൈമാറുന്നത് അടുത്ത മണിക്കൂറുകൾ ആ വഴി നിനക്ക് തുറക്കാൻ പോവുകയാണ്. അടുത്ത മണിക്കൂറുകളിൽ രാജ്യങ്ങളുടെ വാതിൽ പരിശുദ്ധമ തുറക്കുന്ന വെളിപ്പാട് ഈ വിത്തിനകത്ത് പരിശുദ്ധമ കൈമാറുന്നു. ചില വഴികൾ തുറക്കുന്നത്, അടഞ്ഞ വാതിലുകൾ, ചില ലോക്കുകൾ അഴിയുന്നു, ചില ലോക്ക് അഴിയുന്നത്
കഴിഞ്ഞ രാത്രിയും പ്രാർത്ഥിച്ചത് എന്റെ വിഷയത്തിനകത്ത്, ഞാൻ കരയുന്ന വിഷയത്തിനകത്ത്, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഇല്ലേ എന്ന് കരഞ്ഞില്ലേ, വേദനിച്ചില്ലേ? കൂടെ ഉള്ളവർ കണ്ടില്ല, കൂടെ പിറപ്പുകൾ കണ്ടില്ല. പക്ഷെ ഇന്ന് ആത്മാവ് കൈമാറുന്നു, ഞാൻ ആ കണ്ണിൽ കണ്ടിരിക്കുന്നു. ഓ എനിക്കറിയ പരിശുദ്ധ ശക്തമായി വ്യക്തിപരം ഇടപെടുന്നുണ്ടല്ലോ. ഞാൻ ആത്മാവിനെ തിരിച്ചു പരിശുദ്ധമാവിന്റെ പകൽ വ്യക്തികളുടെ ഇവിടെ ചില ലോക്കുകൾ ദൈവം അഴിക്കുന്നത്, ചില ലോക്കുകൾ, ശത്രു വെച്ച ലോക്കുകൾ, നീ വിടുവിക്കപ്പെടാതിരിക്കാൻ, നീ നന്മ പ്രാപിക്കാതിരിപ്പാൻ, നീ ഉയർച്ച പ്രാപിക്കാതിരിപ്പാൻ, രാജ്യങ്ങളുടെ നന്മകൾ നിന്റെ കരത്തിൽ വരാതിരിക്കാൻ, രാജ്യങ്ങളുടെ നന്മകൾ നീ നാളെ കൊണ്ട് കേട്ട ദൈവശബ്ദം, നാളെ കൊണ്ട് കേട്ട പ്രവര ശബ്ദം നീ അത് പ്രാപിപ്പാതിരിക്കാൻ. ഓ ആത്മാവ് ശക്തമായി ഇടപെടുന്നത് വാഗ്ദത്തത്തിന് കെട്ടിനെ ഈ സച്ചനകത്ത് പ്രിയത്തിനും അഴിക്കുകയാണ്. ഓ ഹോളി സ്പിരിറ്റ് പിടിക്ക് വാഗ്ദത്തത്തിന് കെട്ടടിയുന്നത്. ചില ജിബിസെ ആ വെളിപ്പാടകത്തുകാര് ആ വാഗ്ദത്തത്തിന് കെട്ടടിയുന്നത്. ഓ ശതര നാളെ കൊണ്ട് കേൾക്കുന്നുണ്ട്, ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, പ്രവണ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ അത് പ്രാപിക്കാൻ കഴിയുന്നില്ല. ഓ ഭവനത്തിനകത്തും ആലയത്തിൽ പോകുമ്പോഴും ഒത്തിരി സമയങ്ങൾ വില കൊടുക്കുന്നത് ഞാൻ ആ വാഗ്ദത്തം എനിക്ക് പ്രാപിക്കാൻ വേണ്ടിയാ. ഓ എനിക്ക് പരിശുദ്ധം അങ്ങനെ കണക്ട് ചെയ്യുന്നു, ഇത് വാഗ്ദത്തത്തിന് സമയമാണെന്ന്. ഓ ചില വാഗ്ദത്തത്തിന്റെ കുരുക്കിനെ, അബ്രഹാം തന്റെ മകനെ യാഗത്തിന് വേണ്ടി മോറിയ മലയിൽ കയറി ചെല്ലുമ്പോൾ, യാഗത്തിന് വേണ്ടി യാഗം അർപ്പിച്ച് ആ ഇസഹാക്കിനെ വെട്ടുവാൻ കത്തി വാങ്ങുമ്പോൾ ഒരു വെളിയേട്ടു നോക്കുമ്പോൾ അവന്റെ കണ്ട കാഴ്ച കുരുങ്ങിക്കിടക്കുന്ന ആട്ടിൻകുട്ടി. ഓ ഇതുപോലെ ചില കുരുക്കുകൾ, വാഗ്ദത്തങ്ങളെ കുരുക്കി നീ പുറത്തു വരാതിരിക്കാൻ പ്രാർത്ഥനകളെ, ആരാധനകളെ, അഭിഷേകത്തിനത് കയറാനിക ഒതുക്കിയ തലത്തെ പരിശുദ്ധമെന്നവർ വെളിപ്പാട് തുറക്കുന്നു. പക്ഷെ ഇന്ന് ആത്മാവ് കൈവർ ഈ സച്ചനകത്ത് ആ വാഗ്ദത്തനെ കെട്ട് ഞാൻ അഴിച്ച് അടുത്ത മണിക്കൂറുകൾ ദൈവപ്രവൃത്തി കണ്ണുകൊണ്ട് കാണുമെന്ന് ഇന്ന് ജിബിസ്വസ്ഥ പരിശുദ്ധ പ്രവചിക്കുന്നു. ഇന്ന് പകൽ സിറ്റുവേഷൻ, സാഹചര്യം നിനക്ക് അനുകൂലമല്ല, ക്ഷമ കൈമാറുന്നു. അനുകൂലമായി എന്റെ കരം കൂടെ ഉണ്ടെന്ന്. നിന്നെ വിമർശിച്ചവരുടെ നടുവിൽ, നിന്നെ കുറ്റപ്പെടുത്തിയവരുടെ നടുവിൽ, കഴിഞ്ഞ രാത്രി നീ കേട്ടില്ലേ, കഴിഞ്ഞ പകൽ നീ വേദനിച്ചില്ലേ, ഹൃദയം തകർന്നില്ലേ, ഹന്നയെ പോലെ നുറങ്ങിയില്ലേ, ക്ഷമ കൈമാറുന്ന അടുത്ത മണിക്കൂറുകൾ നീ കരഞ്ഞ വിഷയത്തിനകത്ത്, നീ ഭാരപ്പെട്ട വിഷയത്തിനകത്ത്, ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന മുമ്പ് ആ വിടുതൽ കാണത്തക്ക വണ്ണം ഞാൻ എന്റെ പ്രവൃത്തി അനുകൂലമായി ചലിച്ച് എന്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധമായി ഇതുപോലെ പ്രവചിച്ച് കൈമാറുന്നു. ഓ ശങ്കര അടുത്ത 30 ദിവസത്തിനകത്ത് ലൈഫിനകത്ത് വലിയ ബ്രേക്ക് ത്രൂ നടക്കുമെന്ന്. ഓ ഹോളി സ്പിരിറ്റ് ഒരു എൻകൗണ്ടർ ആ പത്രോസും യേശുവുമായി എന്നെ തടാകത്തിൽ എന്റെ കരയിൽ വെച്ച് ഒരു കൂട്ടിമുട്ടലുണ്ടായപ്പോൾ അവന്റെ ഹിസ്റ്ററി മാറി, അവന്റെ ലൈഫ് മാറി, അവൻ ആള് മാറിയ പോലെ. ഓ ഹോളി സ്പിരിറ്റ് ലൈഫ് മാറ്റി, ജീവിത സാഹചര്യം മാറ്റി, അടിമുടി ചേഞ്ച് ചെയ്ത് ലൈഫിനകത്ത് നോക്കുന്ന ചില വ്യക്തികളുണ്ട്. ഓ നോക്കുന്ന ചില വ്യക്തികളുണ്ട്. ആ കണ്ണുകൾക്ക് ഞാൻ അന്ധത പിടിപ്പിച്ച് ഞാൻ എന്റെ പ്രവൃത്തി നിന്നെ വെളിപ്പെടുത്തി പിന്നെയും ആദരിക്കുവാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന് ആത്മാവിപ്പകലിനോട് കൈമാറുന്നു. ശങ്കര വൈഡമാന ഇത് ദൈവപ്രവൃത്തി സമയമാണ്. വിശ്വസിക്കുക, ഇത് ദൈവപ്രവൃത്തി സമയമാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ വർഷങ്ങൾ വേണ്ട, ദൈവത്തിന് പ്രവർത്തിക്കാൻ സെക്കൻഡുകൾ മതി. ഒരാമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴാ നടക്കണമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴാ നടക്കുന്നത്, എപ്പോഴാ നമ്മുടെ അവസ്ഥ മാറുന്നെന്ന്, എപ്പോഴാ നമ്മുടെ ചരിത്രം മാറുന്നെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. ഒറ്റ രാത്രി കൊണ്ടാണ് യാക്കോബിന്റെ ചരിത്രം മാറിയത്. ആമേൻ.
യാബോക്കിന്റെ കടവിൽ വെച്ച് നമുക്കറിയാമല്ലോ, യാക്കോബ് ദൂതന് മല്ല് പിടിച്ചു. എന്തിനാ മല്ല് പിടിച്ചത്? എന്റെ സ്ഥിതി എന്ന് മാറണം, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇങ്ങനെ എത്ര പറയാൻ കഴിയും? കർത്താവേ, എന്റെ സ്ഥിതി എന്ന് മാറണം, എന്റെ അവസ്ഥ എന്ന് മാറണം, എന്റെ തകർച്ച എന്ന് മാറണം, എന്റെ ശുശ്രൂഷ ലെവലെന്ന് മാറണം, എന്റെ ആത്മീയ തലമെന്ന് മാറണം. എത്ര പേർ അങ്ങനെ കൊതിക്കുന്നുണ്ട്? രാമൻ പറോ, രാമൻ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ കൈമാറാം. കേവലം ഭൗതിക നേട്ടങ്ങൾ മാറ്റിവെച്ചിട്ട്, ഭൗതിക വിടുതൽ മാറ്റിവെച്ചിട്ട് ഇന്ന് ഒരു ആത്മീയത്തിനകത്ത് കയറ്, അഭിഷേകത്തിനകത്ത് കയറ്. കർത്താവോട് പറ, കർത്താവേ, എന്നെ ഞങ്ങളുടെ ആത്മാവിനാൽ, അങ്ങനെ ശക്തിയാൽ, അങ്ങനെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം, എന്നെ പ്രയോജനപ്പെടുത്തണം. നമ്മൾ ആത്മാവിൽ കയറുമ്പോൾ, നമ്മൾ അഭിഷേകത്തിനകത്ത് കയറുമ്പോൾ, നമ്മുടെ ഭൗതിക മേഖലക്കകത്തുള്ള സകല കെട്ടുകളും ദൈവം പൊട്ടിപ്പാടിയായി തീരും. ഓ, താങ്ക് യു ജീസസ്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. മടങ്ങി വരും. മുമ്പേ അവന്റെ രാജഗിരിയും അന്വേഷിപ്പി, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന്റെ പ്രോമിസ് ആണ്. അപ്പോ നമ്മൾ ഭൗതിക, നമ്മൾ കഴിഞ്ഞ ദിവസം എന്നെ ഭയങ്കര ചിന്തിപ്പിച്ച പദവി പ്രകാരമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 5, 10, 15 വിഷയങ്ങൾ വില കൊടുത്ത് പ്രാർത്ഥിക്കും. ശ്രദ്ധിക്കണം, ഇത് കഴിഞ്ഞ സൺഡേയിൽ നടന്ന ഡെലിവറൻസായി ഞാൻ ആത്മാവ് നിയോഗത്തോടെ കൈമാറുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചർച്ചിൽ ഫാസ്റ്റിങ്ങോടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥന, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം സഭയ്ക്കകത്ത് വെളിപ്പെടണം, അങ്ങയുടെ പ്രവൃത്തി സഭയ്ക്ക് വെളിപ്പെടണം. ശനിയാഴ്ച രാത്രി ഞാൻ ശക്തമായി ആത്മാ നിറവിൽ നിയോഗത്തോടെ ശുശ്രൂഷിക്കുമ്പോൾ, എന്റെ സഭയ്ക്കകത്ത് വചന ശുശ്രൂഷിക്കുമ്പോൾ ശക്തമായി ജനമാത്മാവിൽ കയറി വെളിപ്പാടിനകത്ത് പ്രവചന ശബ്ദം തുറന്നു കൊടുത്തു വരുമ്പോൾ പരിശുദ്ധനോട് പറഞ്ഞ സഭയോട് പറഞ്ഞ ദൈവശബ്ദം അടുത്ത പ്രഭാതത്തിൽ ദൈവസഭയ്ക്ക് മറക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ശ്രദ്ധിക്കണം, ദൈവത്തിനും ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അത് ആമേൻ പറഞ്ഞ് വിശ്വസിക്കണം. ദൈവസഭയോട് പറയും. പക്ഷെ സത്യം പറഞ്ഞാൽ സഭയിലെ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പരിശുദ്ധ പറഞ്ഞ പദവി പ്രകാരമാണ്. ഈ സഭയിൽ നിന്ന് പിന്മാറിപ്പോയതിനെ അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഹോളിനകത്ത് കയറ്റും. പ്രചോദം പറഞ്ഞേ, ഇത് എന്റെ സഭയിൽ നടന്ന കാര്യമാണ്. പരിശുദ്ധമ നിയോഗത്തോടെ ഞാൻ വളരെ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധമെന്ന ദൈവശബ്ദമാണ് അടുത്ത പ്രഭാതത്തിൽ നടക്കുമെന്ന്. അമിശബ്ദം നടന്ന കാര്യം കൊണ്ടോ 2 പേർ ഹാളിനകത്ത് കയറി. സ്തോത്രം. ദൈവസഭയോട് പിന്മാറിപ്പോയി 2 പേർ ആ ഹോളിനകത്ത് ആരാരെ കഴിഞ്ഞ് ചില മിനിറ്റുകൾ പിന്നിടുമ്പോൾ, ചില സമയങ്ങൾ പിന്നിടുമ്പോൾ അമ്മയും മോളും ആ മീറ്റിനകത്ത് വന്നു കയറി. ഞാൻ പറഞ്ഞു താല്പര്യം, പരിശുദ്ധന്മാരെ, റോയ്പാസ, നമുക്ക് അധികാരമുണ്ട്. ജോസ്പാസ്, നമുക്ക് അധികാരമുണ്ട്. നമ്മൾ അധികാരത്തെ ഉപയോഗിക്കുമ്പോൾ, ആ പ്രൊഫറ്റി റലത്തിനകത്ത് കയറുമ്പോൾ നമ്മൾ പറയുന്ന വാക്കിനകത്ത് അധികാരം ചലിച്ച് അടുത്ത വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല, അടുത്ത മണിക്കൂറുകൾ ഗ്ലോറി വെളിപ്പെടുവാനിടയായിത്തീരും. ആമേൻ. സ്തോത്രം. നമ്മൾ തിരിച്ച് നമ്മൾ സാധാരണ വ്യക്തിയിലാണ്. ജോസ്പാസ നമ്മൾ സാധാരണ വ്യക്തിയാണ്. റോയ്പാസ നമ്മൾ സാധാരണ വ്യക്തിയുള്ള. പക്ഷെ നമ്മുടെ വ്യാപരിക്കുന്ന ആത്മശക്തിയുണ്ട്, നമ്മുടെ വ്യാപരിക്കുന്ന അഭിഷേകമുണ്ട്. അത് സൂപ്പർ നാച്ചുറൽ ആണ്. നമ്മുടെ വാക്കിനകത്ത് അധികാരം ചലിച്ച് നമ്മുടെ കഴിവുകളോ, നമ്മുടെ മിടുക്കുകളോ, നമ്മുടെ കുലമഹിമകളോ, നമ്മുടെ വിദ്യാഭ്യാസ ശ്രേഷ്ഠതകളോ അവിടെ അതിനൊന്നും ഒരു സ്ഥാനമില്ല. ഒരു അധികാരം അതിനകത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോട് നമ്മൾ ദൈവരാജ്യത്തിനകത്ത് പ്രയോജനപ്പെടുമ്പോൾ അധികാരം വെളിപ്പെട്ട് അസാധാരണമായ ദൈവപ്രവൃത്തികൾ നമ്മളുടെ ദൈവം ചെയ്യുവാനിടയായിത്തീരും. ഒരാമേൻ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അഭിഷക്തന്മാർ മാത്രം, ദൈവദാസിമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾക്ക് ദൈവം പകർന്ന കൃപാവരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമുക്ക് ദൈവം തന്ന കൃപാവരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവം നമുക്ക് തന്ന ശുശ്രൂഷകളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവം നമുക്ക് തന്ന പ്രാർത്ഥന അച്ഛത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഒരാമേൻ പറഞ്ഞേ ഹല്ലേലൂയ. മടങ്ങി വരികയാണ്. ദിവസങ്ങൾ എന്നെ ഭയങ്കര ചിന്തിപ്പിക്കുന്ന പദമാണ്. ദാവീദ് പ്രാർത്ഥിച്ചു. ദാവീദിന്റെ പ്രാർത്ഥനയെ ദൈവം അപ്രൂവൽ ചെയ്തു. വായിച്ച ഭാഗം, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് പകൽ ഈ സെക്ഷനകത്ത്, ഈ മീറ്റിനകത്ത് ദാവീദിന്റെ പ്രാർത്ഥന, എന്റെ പ്രാർത്ഥന കേൾക്കും ദൈവം എനിക്കുണ്ട്.
എന്റെ പ്രാർത്ഥന എനിക്ക് മറുപടി തരുന്ന ദൈവം എനിക്കുണ്ട്. മറ്റൊരു പദം വേഗത്തിൽ പരിശുദ്ധ വന്ന മറ്റു ചിന്തയിലേക്ക് ഓടിക്കേറുന്നു. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലെ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന് മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നുമിരിക്കുന്നു. പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരൊരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. ഒരാമേൻ പറഞ്ഞേ. പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേൽ 21 ദിവസം ഉപവസിക്കാൻ തീരുമാനിച്ചു. അവൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. പ്രാർത്ഥനയ്ക്കകത്ത് കയറി. പ്രാർത്ഥനയ്ക്കകത്ത് കയറിയപ്പോൾ സ്തോത്രം, പ്രാർത്ഥനയ്ക്കകത്ത് അവൻ കയറിയപ്പോൾ അവന്റെ പ്രാർത്ഥനയെ മറുപടി 1-ാം ദിവസം വന്നെന്ന്. അവന്റെ പ്രാർത്ഥനയുടെ റിസൾട്ട് 1-ാം ദിവസം വന്നു. പക്ഷേ ആ പ്രാർത്ഥനയുടെ മറുപടി തടഞ്ഞു വെച്ചത് പാഴ്സി ദേശത്തിലെ പ്രഭു. ഒരാമേൻ പറഞ്ഞേ. ഇന്ന് പകൽ ദൈവസഭ ഈ മിറ്റിനകത്തിരിക്കുന്ന ദൈവജനം വെളിപ്പാടിനകത്ത് കയറണം. നമ്മുടെ പ്രാർത്ഥനയെ തടുക്കുന്ന ശക്തികളുണ്ട്. അമ്മമാരെ, അമ്മച്ചിമാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അഭിഷക്തന്മാരെ, ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയെ തടുക്കുന്ന ശക്തി ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ തിരിച്ചറിയണം. വെളിപ്പാട് ഈ കാലഘട്ടത്തിൽ വചനം പറഞ്ഞു, വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് കിടക്കുന്നു. വെളിപ്പാടില്ലാതെ വരുമ്പോ ജനത്തിന് എന്ത് ചെയ്യും? തോന്നിവാസം പോലെ എങ്ങനെയും ജീവിക്കാം, എങ്ങനെയും നടക്കാം, ഒരു കുഴപ്പമില്ല. പണ്ടത്തെ കാലഘട്ടത്തിൽ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ദൈവസ്ഥനിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസ്ഥന് ആത്മാവിൽ ആരാധിച്ചും. അന്ന് ഇന്നത്തെ പോലെ ഡ്രം സെറ്റോ കീബോർഡോ വാദ്യോപകരണോ ഒന്നുമില്ല. അതൊക്കെ നല്ല കാര്യമാണ്, ഞാൻ അതിനെ വിമർശിക്കുകയില്ല. എന്റെ ചർച്ചയിലും കീബോർഡുണ്ട്, ഞാൻ വിമർശിക്കുകയില്ല. പ്രത്യുത അതിനപ്പുറമായി നമുക്ക് ദൈവമായിട്ട് ബന്ധത്തോടെ നമ്മൾ ആത്മാവിൽ ആരാധിച്ചു കയറണം. ഒരു അമ്മയും പറഞ്ഞേ. പണ്ടുള്ള അമ്മച്ചിമാർ ചോദിച്ച്, നമ്മൾ തമ്പേർ അന്ന് തമ്പേർ ബാൻഡ് അടിച്ചെത്തി ആത്മാവിൽ ആരാധിക്കും. ബന്ധനം അഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ ആരാധിച്ചു കയറും. ഇന്ന് അവര് വർഷിപ്പ് ലീഡേഴ്സ് അവരെന്ന് പാട്ടുപാടും, നമ്മൾ സ്വന്തം പറഞ്ഞിരിക്കും. ആ കെട്ടുകളൊക്കെ പൊട്ടണം, ജനം ആത്മാവിൽ കയറണം. അതുകൊണ്ട് എന്താ സംഭവിച്ചതറിയാമോ? ഇന്ന് BP, കൊളസ്ട്രോള്, ഷുഗർ, അതും ഇതൊക്കെ എന്ത് ചെയ്ത് വന്നു കയറി. എന്തുകൊണ്ട്? പഴയ തലമുറ ദൈവത്തോട് ബന്ധമുള്ള തലമുറ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന തലമുറ, ദൈവത്തെ ആരാധിക്കുന്ന തലമുറ. ഇന്ന് ആലയത്തിനകത്തിരിക്കുമ്പോൾ മൊബൈലും മാന്തിയിരിക്കുന്ന തലമുറകളാണ്. നമുക്ക് മടങ്ങി വരാൻ കൃപയിലേക്ക്, നമുക്ക് അഭിഷേകത്തിനകത്ത് കയറാം, നമ്മുടെ തലമുറകളെ കൃപയ്ക്കകത്ത് നിർത്താം, നമുക്ക് പ്രാർത്ഥനയിലേക്ക് നമുക്ക് മടങ്ങി വരാൻ തയ്യാറാകാം. ഒരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ സഭകൾക്കകത്ത് ആത്മീയ ഉണർവുണ്ടാകട്ടെ. നമ്മുടെ സഭകൾക്കകത്ത് ആ തീഷ്ണത വർദ്ധിക്കട്ടെ. ദൈവസഭയെ, ദൈവജനത്തെ അഭിഷേകത്തിനകത്ത് പ്രാർത്ഥനയ്ക്കകത്ത് നിർത്തുന്ന സഭകളായി നമ്മുടെ സഭകൾ ആത്മാവിൽ പിടിക്കപ്പെടട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്നത്തെ കാഴ്ചപ്പാട് ഭംഗി. ഇന്ന് അനുഗ്രഹം മാത്രം മതി, വിടുതൽ മാത്രം മതി. ലക്ഷ്യം മറന്നുപോയി. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. ഈ മീറ്റിംഗൊക്കെ കൊണ്ട് ഉദ്ദേശിച്ച ഒറ്റ ലക്ഷ്യമാണ്, നമ്മൾ ക്രിസ്തുവിലേക്ക് ഒന്നും അടുപ്പിക്കുക. ഈ മീറ്റിംഗിന്റെ ക്യാപ്ഷൻ ശ്രദ്ധിച്ചോ? ദിനവും യേശുവിന്റെ കൂടെയാണ്. നമ്മുടെ നടപ്പ് അതാണോ? നമ്മുടെ ജീവിതം അതാണോ? നമ്മൾ ശോധന ചെയ്യണം. കഴിഞ്ഞ സൺഡേ ഞാൻ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യമാണ്, കേവലം വിടുതലിന് വേണ്ടി മാത്രമാകും ദൈവത്തെ ആരാധിക്കേണ്ടത്. കേവലം വിടുതലിന് വേണ്ടി മാത്രമാകും ദൈവത്തെ സേവിക്കേണ്ടത്. വിടുതൽ കെട്ടിക്കഴിയുമ്പോൾ പിന്നെ ദൈവം വേണ്ട, പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട, ഉപവാസം വേണ്ട, നമ്മൾ ദൈവമായിട്ട് ബന്ധമില്ല. അങ്ങനെ നടക്കുകയാണ്. നിങ്ങളൊക്കെ ദൈവകൃപ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാണ്. ഞാൻ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അമിശോദ്രം എനിക്ക് നന്നായിട്ട് അറിയാം. ഒത്തിരി പേർ വിടുതൽ കിട്ടും, നേരെ അവരെ വഴിക്ക് പോകും, പിന്നെ മഷിട്ടോകെ കാണത്തില്ലേ. സ്തോത്രം. പിന്നെ കാണുന്നത് അടുത്തൊരു പ്രശ്നം വരുമ്പോ, സ്തോത്രം, അടുത്തൊരു പ്രതികൂലം വരുമ്പോൾ നീ ദൈവത്തെ അന്വേഷിക്കും. അങ്ങനെയല്ല ദൈവവൈദ്യൻ. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ദൈവത്തോട് പറ്റിയിരിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക. പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ സിറ്റുവേഷൻ തിരിക്കാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് നമ്മുടെ സാഹചര്യങ്ങളെ തിരിക്കാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് നമ്മുടെ സിറ്റുവേഷനെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. വേദഭാഗത്ത് ഓടിക്കേറിയ ദാനിയേൽ 21 ദിവസം ഉപവസിച്ചു. അതിന്റെ 1-ാം ദിവസം പ്രാർത്ഥനയുടെ മറുപടി വന്നു. എന്താ വന്നറിയാമോ? അവന് ദൈവമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അവൻ ദൈവത്തോട് പറ്റിയിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ?
ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിനകത്ത് ഒന്നാം ദിവസം മറുപടി വന്നു. ഒരു ആമേൻ പറഞ്ഞേ. ഈ പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വസിക്കുക. ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില പേപ്പർ വർക്കുകൾ മൂവ് ആകുന്ന വെളിപ്പാട് പരിശുദ്ധ കൈമാറുന്നു. ചില ജോലി സംബന്ധമായ ലോക്കുകളെ ഇന്ന് ദൈവത്തിന് അടിക്കുകയാണ്. ചില മാനുഷിക വെല്ലുവിളികളെ ദൈവത്തിന് ഇന്ന് അടിക്കുക. വിശ്വസിക്കുന്നവർ ആമേൻ പറ തുടങ്ങിക്കോ. ഈ സെക്ഷനകത്ത് പരിശുദ്ധ കൈമാറുന്നു. നിങ്ങൾ ഏത് പട്ടണത്തിലായിരിക്കുന്നോ, ഏത് രാജ്യത്തായിരിക്കുന്നോ, അവിടെ വിശ്വസിക്കാൻ തയ്യാറാക്കുക. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ജോലിക്ക് വിരോധമായി, നിങ്ങളുടെ ഉയർച്ചകൾക്ക് വിരോധമായി ആധിപത്യം പറയുന്ന മാനുഷിക തലങ്ങളെ ദൈവത്തിനും അഴിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ അടിയട്ടെ. കെട്ടു പൊട്ടട്ടെ യേശുവിൻ നാമത്തിൽ. ശാതാരിവാമന ജോലികൾ ചെയ്ത് കണ്ടിട്ട് വിമർശിച്ചു. അസൂയയുടെ കണ്ണുകൾ അടിയട്ടെ, അടിയട്ടെ. ഇപ്പോൾ ഈ സെക്ഷനകത്ത് ശാതാരിവാമന ഈ വെളിപ്പാട് രാജ്യങ്ങൾക്ക് അപ്പുറം ചലിക്കുന്നത്. രാജ്യങ്ങൾക്ക് മസ്കറ്റിൽ നിന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന ശൈലശിഷ്യയുടെ പരിശുദ്ധമ ശക്തമായി കൈമാറുന്നു. ചില മാനുഷിക വെല്ലുവിളികളെ, ചില അസൂയയുടെ മേഖലകളെ. നന്മ പ്രാപിക്കരുത്, നിങ്ങൾ വിടുവിക്കപ്പെടരുത്, നിങ്ങൾ ഉയർച്ച പ്രാപിക്കരുത് പറഞ്ഞ ശംഭര വൈഡമാന വെല്ലുവിളിക്ക തലത്തെ ഇന്ന് ദൈവത്തെ വെളിപ്പെടുത്തുന്നു. ശാതാര റിബാ മനസ്സേക്കേ അസ്തര ചെയ്യുന്ന മേഖല വിശ്വസ്തയോടെ ചെയ്യുന്നത് കണ്ടിട്ട് കെട്ടിയ ചില മേഖലകൾ. ശാതര പേരെഴുതി കെട്ടിയത്. ശംഭര ഒരു പേപ്പർ എനിക്ക് കാണിക്കുന്ന ദൈവ വെളിപ്പാട്. ഒരു പേപ്പർ, ആ പേപ്പറിനകത്ത് പേരെഴുതി, അതിനകത്ത് ചുവന്ന പൂക്കൾ വെച്ച് ശാന്തരാരവൈഡമാന നിഗമനവൈഡ ശാന്തി ഭസ്മം വെച്ച് ചില ബെന്നുകൾ വെച്ച് ശതര അതിനെ ചുരുളാക്കി അതിനെ ചുവപ്പും കറുപ്പ് ചരടും കൊണ്ട് അതിനെ കെട്ടി കെട്ടി ശതര വിചാരിച്ചത് കെട്ടിയൊരു മേഖല ആത്മാവ് ഈ പകൽ വെളിപ്പെടുത്തുന്നു. ഇന്ന പകൽ ഈ വെളിപ്പാടിനകത്ത് ആത്മാവിനെ തീ ഇറങ്ങി. ഈ വെളിപ്പാട് തുറക്കുമ്പോ തന്നെ ആ സ്വർഗത തീ ഇറങ്ങി അത് കത്തി എരിയുന്നത്. രാജ്യങ്ങൾക്കപ്പുറം വിടുതൽ അടുത്ത മണിക്കൂറുകൾ സാധാരണ പരിശുദ്ധ കൈമാറുന്ന നിങ്ങളുടെ കണ്ണുകൊണ്ട് ദൈവത്തെ കാണും. ഇത് യഹോവയിലെ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയത്തക്കവണ്ണം ഞാൻ എൻ്റെ പ്രവൃത്തി ലൈഫിനകത്ത് അയച്ചു മാനിപ്പാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന് ആത്മാവ് ഇപ്പോൾ പ്രവചിക്കുന്നു. ആ കെട്ടിപ്പോൾ അഴിയുന്നു, ആ മുഖം ഇപ്പോൾ അഴിയുന്നു. അഭിഷേകത്തിലെ ശക്തി ആ കെട്ടുകളെ പൊട്ടിച്ച്, ആ മുഖങ്ങളെ പൊട്ടിച്ച് അവിടെ തന്നെ ഇപ്പോൾ പരിശുദ്ധമാവ് റിലീസ് ചെയ്യുന്നത്. ഹോളി സ്പിരിറ്റ് അടുത്ത മണിക്കൂർ വിടുതൽ കാണും. അടുത്ത മണിക്കൂർ വിടുതൽ കാണും. പരിശുദ്ധമൊക്കെ ചില അസൂയയുടെ മേഖല ആത്മാവ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. ചില വിടക്ക കണ്ണുകൾ, ചില വിളിശാപങ്ങൾ, ചില നേർച്ച കാഴ്ചകൾ ഈ സെക്ഷൻ പരിശുദ്ധം അഴിക്കുന്നത്. വിശ്വസിക്കുക, ആത്മാവിൽ ചില അഴിക്കുക. നാവിനകത്ത് അധികാരം വെളിപ്പെടുന്നത്. ഈ ആത്മമണ്ഡലത്തിനകത്ത് നിങ്ങൾ എന്ത് പറയുന്നു അതങ്ങനെ സംഭവിക്കുന്നു. അടുത്ത മണിക്കൂറുകൾ അത് വിടുതലായി, ദൈവപ്രവർത്തിയായി, സാധാരണമായ ദൈവത്തിന്റെ കരം ഇന്ന് മകൾ ചലിക്കുന്നത്. ഇപ്പോൾ കെട്ടഴിയുന്നു, ഇപ്പോൾ ബന്ധനം അഴിയുന്നു, ഇപ്പോൾ വെല്ലുവിളി അഴിയുന്നു, ഇപ്പോൾ ദൈവത്തിന്റെ ഗ്ലോറി അവിടെ ഇറങ്ങുന്നു. ഹോളി സ്പിരിറ്റ് ജനം പ്രാർത്ഥിക്കുക. ഷാദർ എനിക്കറിയാം പരിശുദ്ധമാവ് വ്യക്തിപരം ഇടപെടുന്നു. ഇത് വിടുതല സെക്ഷനാണ്. ഇതിനകത്ത് അസാധ്യത ദൈവപ്പെടുത്തി നിന്റെ പ്രാർത്ഥന തടുക്കുന്ന, നിന്റെ ഉയർച്ചകളെ തടുക്കുന്ന, വാഗ്ദത്തങ്ങളെ തടുക്കുന്ന, നന്മകളെ തടുക്കുന്ന, പൈശാചിക തലങ്ങളെ ശുശ്രൂഷകളെ തടുക്കുന്ന, ആത്മീയ തലങ്ങളെ തടുക്കുന്ന, പ്രാർത്ഥന ജീവിതത്തെ തടുക്കുന്ന ആ തലത്ത് ഇന്ന് പകൽ ആത്മാവിനെ അടിക്കാൻ അഭിഷേകം വ്യാപരിക്കുന്നു. ആന്റിമാരുടെ മേൽ, സഹോദരിമാരുടെ മേൽ, അഭിഷക്തമാരുടെ മേൽ, ദൈവജനത്തിന് മേൽ അഭിഷേകത്തിന് നിയോഗം കൈമാറുന്നു. തലമുറ എഴുന്നേൽക്കുന്നു.
അഭിഷേകമുള്ള തലമുറ, നിയോഗമുള്ള തലമുറ, വാഗ്ദത്തങ്ങളെ ക്ഷണിപ്പിക്കുന്ന തലമുറ, ദൈവിക പദ്ധതിക്കകത്തുള്ള തലമുറ ഈ സെക്ഷനകത്ത് അഭിഷേകത്തോടെ പുറത്തു വരുന്നു. അഭിഷേകത്തെ പൊട്ടിക്ക്. ആത്മാവർക്ക് ശുശ്രൂഷ ഒതുക്കി കളയുന്ന ശാധാരൻ ഇവ അഭിഷക്തന്മാരെ ശുശ്രൂഷ ഒതുക്കുന്ന തലം, ശുശ്രൂഷ ഒതുക്കുന്ന തലം. അമ്മ പൊട്ടിക്ക്. നിങ്ങൾ ഏത് പട്ടണത്തിനകത്തായിരിക്കുന്നു, ഏത് രാജ്യത്തായിരിക്കുന്നു, ഏത് ജില്ലയിലായിരിക്കുന്നു, അത് ഇന്ന് വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ ആത്മ സാന്നിധ്യത്തിനകത്താണ് ഇരിക്കുന്നെങ്കിൽ ആ തലത്തെ പൊട്ടിക്കൾ അതോറിറ്റി, ആ തലത്തെ പൊട്ടികൾ അഭിഷേകം ദൈവത്തിന് നിങ്ങളെ പകരുകയാണ്. നടക്കട്ടെ. ഇൻസ്ട്രക്ഷൻ വിടുതൽ, അസാധാരണ വിടുതൽ, സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഈ സെക്ഷൻ പരിശുദ്ധമായിരിക്കുന്നത്. പൊട്ടിക്ക് സൂസൻസസ് പൊട്ടിക്ക്, അതിനെ ആ തലങ്ങളെ പൊട്ടിക്ക്. പ്രാർത്ഥന തടുക്കുന്ന, ഉയർച്ചകളെ തടുക്കുന്ന, വാഗ്ദത്തങ്ങളെ തടുത്തു വയ്ക്കുന്ന ആ പൈശാചിക തലങ്ങളെ പൊട്ടിക്കാൻ അധികാരം. അന്ന് മുൾപ്പടപ്പിൽ മോശെ കത്തിച്ച തീ ഈ സെക്ഷനകത്ത് ചിലരെ കത്തിച്ച് പുറത്തുകൊണ്ട് കത്തുന്നു. ആ തീന്നുകൾ കത്തുന്നത് അത് രാജ്യങ്ങൾക്കപ്പുറം, അത് പട്ടണങ്ങൾക്കപ്പുറം, അത് ജില്ലകൾക്കപ്പുറം ആ വിടുതൽ വിഷയത്തിനകത്ത് വിടുതലെ ക്ഷണിക്കുന്ന വിശ്വസിക്ക്. അവിടെ വിടുതലകത്തകര് വിശ്വസിക്ക്. വിടുതൽ നടക്കുന്നു. ദൈവത്തിന് ഗ്ലോറി വെളിപ്പെടുന്നു. ദൈവത്തിന് മഹത്വം ഇറങ്ങുന്നു. ദൈവമഹത്വം ഇറങ്ങുന്നു. ദൈവമഹത്വം ഇറങ്ങുന്നു. അത് പട്ടണങ്ങൾക്കപ്പുറം. വിശ്വസിക്ക്. പട്ടണങ്ങൾക്കപ്പുറം, ജില്ലകൾക്കപ്പുറം, രാജ്യങ്ങൾക്കപ്പുറം ദൈവത്തിന് ഗ്ലോറി വെളിപ്പെടുന്നു. ദൈവത്തിന് മഹത്വം വെളിപ്പെടുന്നു. ശുശ്രൂഷ ലെവൽ മാറുന്നു. ആത്മീയ തലങ്ങൾ മാറുന്നു. പ്രാർത്ഥന അന്തരീക്ഷം മാറുന്നു. വലിയ ആത്മീയ കൊയ്ത്തുണ്ടാകുന്നു. വലിയ ആത്മീയ ക്ഷയം വെളിപ്പെടുന്നു. ബിലീവ് ഇറ്റ്. വിശ്വസിക്കുക. ഇതിന്റെ പരാജയം മാറാൻ പോവുകയാണ്. ഇതിന്റെ തകർച്ച മാറാൻ പോവുകയാണ്. ആരാ പറഞ്ഞ രക്ഷപ്പെടത്തില്ലെന്ന്? ആരാ പറഞ്ഞ ഉയർച്ച ഉണ്ടാകത്തില്ലെന്ന്? ആരാ പറഞ്ഞ വിടുതൽ ഉണ്ടാകത്തില്ലെന്ന്? ഇന്ന് അമ്മ കൈമാറുന്നത് നീ പരാജയപ്പെട്ട വിഷയത്തിനകത്ത് വിഷയങ്ങൾ നൽകി മാനിപ്പാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന് ആത്മാവി പകൽ പ്രവചിക്കുന്നു. ആ തകർച്ച മാറുന്നത്, ആ പ്രതിസന്ധി മാറുന്നു, ആ വെല്ലുവിളി അഴിയുന്നു, ആ പോരാട്ടം അഴിയുന്നു. സാധാരണ വെളിപ്പാടകത്തുകാര് ആ പോരാട്ടത്തെ ശാസിക്ക്. എപ്പപ്രാസമാരെ പോലെ ചിലപ്രാസം എഴുന്നേൽക്കട്ടെ, ചിലപ്രാസം എഴുന്നേൽക്കട്ടെ. പട്ടണങ്ങളെ ചലിപ്പിക്കുന്ന, ദേശങ്ങളെ ചലിപ്പിക്കുന്ന, രാജ്യങ്ങളെ ചലിപ്പിക്കുന്ന പ്രാർത്ഥന പോരാളികൾ. പ്രാർത്ഥന പോരാളികൾ എഴുന്നേൽക്കുന്ന. ആ തടസ്സം മാറുന്നു, ആ പ്രതിസന്ധി മാറുന്നു, ആ വെല്ലുവിളി അഴിയുന്നു, ആ പ്രതിസന്ധി മാറുന്നു, ആ ലോക്കുകൾ അഴിയുന്നു. ദൈവശക്തി വ്യാപരിക്കുന്നു, അഭിഷേകം വ്യാപരിക്കുന്നു. വചനം പറഞ്ഞ പുഷ്ടി നിമിത്തം മുഖം തകരും. മുഖത്തെ തകർക്കുന്ന ശത്രു വെച്ച മുഖത്തെ, രോഗത്തിന്റെ മുഖത്തെ, പാരമ്പര്യ മുഖത്തെ, പൗരോഹിത്യ മുഖങ്ങളെ പൊട്ടിക്കുന്ന അഭിഷേകം. അഭിഷേകം 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 പ്രാപിക്കുക. ഇത് അഭിഷേക സെക്ഷനെ പരിശുദ്ധത്തിരിക്കുന്നത് ആത്മാവ് തിരിച്ചറിയുന്നു. ഇതിനകത്ത് അഭിഷേകമുള്ള തലമുറ എഴുന്നേൽക്കുന്നു. ദൈവരാജ്യത്തിനകത്ത് പ്രയോജനമുള്ള തലമുറ, ദൈവരാജ്യത്തിനകത്ത് നിയോഗമുള്ള തലമുറ, വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കുന്ന തലമുറ. അഭിഷേകം പുറത്തു വരട്ടെ, അഭിഷേകത്തിന് പുറത്തു വരട്ടെ. പ്രവാചിമാർ പുറത്തു വരട്ടെ, വെളിപ്പാടുള്ളവർ പുറത്തു വരട്ടെ, കൃപാവരമുള്ളവർ പുറത്തു വരട്ടെ. ഈ സെക്ഷ അഭിഷേകത്തെ സെക്ഷയെ മാറുന്നത് ആത്മാവ് തിരിച്ചറിയുന്നു. ഇത് അഭിഷേകത്തെ സെക്ഷയെ മാറുന്നത് ആ ഏരിയയിൽ നിന്ന് എലീശയിലേക്ക് പുതപ്പ് കൈമാറുന്ന പോലെ കാലഘട്ടങ്ങളെ ചലിപ്പിക്കുന്ന അഭിഷേകത്തിന് പുതപ്പിന് അഭിഷേകന്മാർ വെളിപ്പാടകത്ത് കയറ്. അഭിഷേകത്തെ പുതപ്പ്, അഭിഷേകത്തെ പുതപ്പ് കാലഘട്ടങ്ങളെ ചലിപ്പിക്കുന്ന ദൈവരാജ്യത്തിനകത്ത് വ്യത്യസ്ത അഭിഷേകമുള്ള ഒരു തലമുറ, പ്രവചിക്കുന്ന തലമുറ, കൃപാവരമുള്ള തലമുറ, വിശുദ്ധിക്ക് വില കൊടുക്കുന്ന തലമുറ, വേഴ്മാവിന് വില കൊടുക്കുന്ന തലമുറ, നിത്യതയ്ക്ക് ഒരുക്കുന്ന തലമുറ. ഈ പകൽ ഈ സെക്ഷൻ അഭിഷേകത്തിന് പുറത്തു വരട്ടെ യേശുവിൻ നാമത്തിൽ.
റിബാമാനവൈഡമാണ് ശന്തരാനവൈഡമാണ് റിഗമനവയുടെ ശബ്ദേരികനെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥന പോരാടുക. ദാനിയേൽ പ്രാർത്ഥിച്ചു. അവന്റെ 1 ദിവസം പ്രാർത്ഥന മറുപടി, പക്ഷേ അവന്റെ മറുപടി തടഞ്ഞു വെച്ചു. ഇതൊക്കെ വിശദീകരിക്കുന്ന ഭാഗമാണ്. ഞാൻ വാക്കുകൾ ചുരുക്കിയ, സമയം തീർന്നു. ഒറ്റപ്പദം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോയി, സമയം തീർന്നതുകൊണ്ട് മാത്രം. ഇതൊക്കെ വിശദീകരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് എഫെസ്യ ലേഖനം അപ്പോസ്തലൻ പൗലോസ് കാരാഗൃഹത്തിനകത്തുള്ള എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതവരത്തെ ശക്തിപ്പെടണം. എന്തിനാ ശക്തിപ്പെടേണ്ടത്? അഭിഷേകത്തിനകത്ത് എന്തിനാ കയറണമെന്ന് പറഞ്ഞേ? എന്തിനാ ദൈവശക്തിയുടെ ആവശ്യം? എന്തിനാ ഈ ശക്തിയെ വേണം? കാത്തിരിക്കുന്ന ശക്തിയെ എന്തിനാ പുതുക്കേണ്ടത്? ശക്തി പ്രാപിച്ച പോലെ എന്താ പുതുക്കേണ്ട ആവശ്യം? പൈശാചിക തലങ്ങളെ ജയിക്കണമെങ്കിൽ ദൈവശക്തിയില്ലാതെ ജയിക്കാൻ കഴിയത്തില്ല. പോരാട്ടത്തെ ജയിക്കണമെങ്കിൽ ദൈവശക്തിയില്ല ജയിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ആ ദൈവശക്തി നമുക്ക് നിറയാൻ തയ്യാറാകാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവേ. ഇന്ന് പകൽ ആ ദൈവശക്തിയിൽ നമുക്ക് ആശ്രയിച്ച് മുന്നോട്ട് പോകാന്ന് പറഞ്ഞ സമയപരിവാക്ക് ചുരുക്കുന്ന ഒരു നിമിഷം, എല്ലാം കണ്ടും ഒരു നിമിഷം അണയപ്പെടട്ടെ. ദാവീദ് പ്രാർത്ഥിച്ചു. ദാവീദിന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടത്തെ ബോധിപ്പിച്ച് കരയും, അവന്റെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് പകൽ ഈ സക്ഷനകത്ത് അസാധാരണമായ പ്രവൃത്തികൾ, സൂപ്പർ നാച്ചുറൽ അനോയിന്റിങ്ങൾ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ചിലരുടെ അഭിഷേകത്തെ പൂതപ്പൂടുന്നത് ആത്മാവിൽ ഇരട്ടി പങ്ക്. പ്രാർത്ഥന അടുത്ത തലത്തിലേക്ക്, ആരാധന അടുത്ത തലത്തിലേക്ക്, അഭിഷേകത്തിനടുത്ത തലത്തിലേക്ക് ഒരു തലമുറ പരിശുദ്ധമായി പുറത്തു കൊണ്ടുവരുന്നത്. വിശുദ്ധ പിതാവേ, ജനത്തെ പ്രാർത്ഥന കരുത്തരുന്നു. കർത്താവേ, ഇന്ന് പരിശുദ്ധമ വ്യക്തമായി സ്പഷ്ടമായി ഇടപെട്ടുവല്ലോ. ഞങ്ങളുടെ ആത്മാവിനാൽ ഞങ്ങളുടെ ശക്തിയാൽ അങ്ങ് നിറച്ചുവല്ലോ. കൃപയ്ക്ക് നന്ദി. അടിയെ താഴ്ത്തുന്നു. പ്രവചന ശബ്ദങ്ങൾ ദൂതുക തുറന്നുവല്ലോ. അങ്ങ് നന്ദി പറയുന്നു. അങ്ങ് ജനത്തോട് സംസാരിച്ചുവല്ലോ. നന്ദി തുറന്നും സാന്നിധ്യം കൊടുക്കണം. ഈ ബീറ്റ് പങ്കെടുത്ത ദൈവമക്കളെ, അഭിഷക്തന്മാരെ, ദൈവദാസിമാരെ കാലഘട്ടത്തിന്റെ പ്രവാചികമാരാക്കി, കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരാക്കി, കാലഘട്ട ദൂതുവാഹികളാക്കി, വിശുദ്ധിക്കും വേർപാടിനും നിത്യതയ്ക്കും വില കൊടുക്കുന്ന ഒരു തലമുറയാക്കി ദൈവം മാറ്റി സ്തോത്രം ചെയ്തു. സാന്നിധ്യം കൊടുക്കണം. ദൈവം അനുഗ്രഹിക്കണം. ഒരുമിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ഒരു അഭിഷക്തൻ എന്ന അധികാരം വരുന്നുണ്ട്. എന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു. എല്ലാ മഹത്വം അങ്ങ്